IPL 2026 സീസണിലെ 12ാം മത്സരത്തിൽ 2026 ഏപ്രിൽ 6 നടന്ന ഒരു പ്രധാന പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് PBKS കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ KKR ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കി. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ഈഡൻ ഗാർഡൻസിൽ KKRന്റെ സ്വന്തം തട്ടകത്തിൽ നടന്ന ഈ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് തങ്ങളുടെ വിജയക്കുതിപ്പ് തുടർന്നു. ഈ സീസണിലെ അവരുടെ തുടർച്ചയായ മൂന്നാം വിജയമാണിത്. എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആകട്ടെ സീസണിലെ തങ്ങളുടെ മൂന്നാം തോൽവി ഏറ്റുവാങ്ങി. ഇത് തുടക്കത്തിലെ ടീമിന്മേൽ വലിയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. IPL 2026 ക്യാമ്പയിനിൽ പഞ്ചാബ് കിങ്സിന്റെ ശക്തമായ തുടക്കത്തെ ഇതെടുത്തു കാണിക്കുന്നു. അതേസമയം KKR ഒരു താളം കണ്ടെത്താൻ നന്നായി പാടുപെടുകയാണ്. നല്ല ആത്മവിശ്വാസത്തിലാണ് പഞ്ചാബ് കിങ്സ് ഈ കളിക്കിറങ്ങിയത്. കാരണം കഴിഞ്ഞ കളികളിൽ ഗുജറാത്ത് ടൈറ്റൻസിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും തോൽപ്പിച്ച ശേഷമാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കിടിലൻ റൺചേസ് അടക്കം കഴിഞ്ഞ മത്സരങ്ങളിലെ അവരുടെ പ്രകടനങ്ങൾ ഈ സീസണിൽ IPL 2026 ഏറ്റവും മികച്ച ഫോമിലുള്ള ടീമുകളിലൊന്നായി പഞ്ചാബ് കിങ്സിനെ എത്തിച്ചിരിക്കുകയാണ്. രണ്ടുപേരുകളിൽ നിന്ന് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ 108 റൺസ് നേടിയ കൂപ്പർ കോണോളി, അതുപോലെ 2 മത്സരങ്ങളിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ വിജയകുമാർ വൈശാഖ് എന്നിവരുടെയൊക്കെ തകർപ്പൻ പ്രകടനങ്ങളാണ് PBKSന് ഈ മികച്ച തുടക്കം നൽകിയത്. അർഷ്ദീപ്, ജാൻസൺ, വൈശാഖ്, ബാർലറ്റ്, ചാഹൽ തുടങ്ങിയ താരങ്ങളടങ്ങുന്ന ടീമിന്റെ സന്തുലിതമായ ബോളിംഗ് നിരയും സീസണിന്റെ തുടക്കത്തിലെ അവരുടെ ഈ മുന്നേറ്റത്തിന് ഒരു വലിയ സഹായം കൂടിയായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2026 സീസണിലെ മോശം തുടക്കത്തിൽ ഈഡൻ ഗാർഡൻസിലെ മത്സരം മറ്റൊരു തിരിച്ചടിയായി. ഈ മത്സരത്തിനു മുൻപ് തന്നെ KKRന് തുടർച്ചയായി 2 തോൽവികളുണ്ടായിരുന്നു. സ്വന്തം ഗ്രൗണ്ടിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടേറ്റ വമ്പൻ തോൽവിയും ഇതിലുൾപ്പെടും. ബാറ്റിംഗിലും ബൌളിംഗിലും ടീം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പ്രധാന പേസ് ബൌളർമാർ പലരും കളിക്കാനില്ലാത്തതും വില കൂടിയ താരമായ കാമറൂൺ ഗ്രീനിന് പന്തെറിയാൻ പറ്റാത്തതും ടീമിന് വലിയ തിരിച്ചടിയാണ്. അംഗ്രിഷ് രഘുവൻഷി KKRനായി തിളങ്ങുന്നുണ്ടെങ്കിലും 2 മത്സരങ്ങളിൽ നിന്ന് 2 അർദ്ധ സെഞ്ചുറികളോടെ 103 റൺസ് നേടിയിട്ടും ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നിട്ടില്ല. ഈഡൻ ഗാർഡൻസിലെ പിച്ച് സാധാരണയായി ബാറ്റിംഗിന് അനുകൂലമാണെങ്കിലും പേസ് ബൌളർമാർക്ക് തുടക്കത്തിൽ അല്പം സഹായം നൽകുന്ന ഒന്നുമാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിലൊന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിലുള്ളത്. 35 തവണയാണ് അവർ ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ KKRനായിരുന്നു മുൻതൂക്കം. 21 മത്സരങ്ങൾ KKR ജയിച്ചപ്പോൾ പഞ്ചാബ് കിങ്സ് ജയിച്ചത് 13 മത്സരങ്ങൾ മാത്രം. ഒരു കളി ഫലം കാണാതെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈഡൻ ഗാർഡൻസിൽ KKRന്റെ ആധിപത്യം ഇതിലും വ്യക്തമാണ്. അവിടെ അവർ 14 തവണ ഏറ്റുമുട്ടിയപ്പോൾ 9 തവണയും ജയിച്ചത് KKRാണ്. പഞ്ചാബിന് ജയിക്കാനായത് വെറും 3 മത്സരങ്ങൾ മാത്രം. എന്നാൽ ഈ അടുത്ത കാലത്ത് പഞ്ചാബ് കിങ്സ് KKRനെതിരെ ചില അവിശ്വസനീയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2024 ഈഡൻ ഗാർഡൻസിൽ IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ് വിജയകരമായി പൂർത്തിയാക്കിയതും 2025 മുള്ളൻപൂരിൽ IPL ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ടോട്ടൽ പ്രതിരോധിച്ച് ജയിച്ചതും അവയിൽ ഉൾപ്പെടുന്നു. 2024 KKRന് കിരീടം നേടിക്കൊടുത്ത ശ്രേയസ് അയ്യർ ഇപ്പോൾ പഞ്ചാബ് കിങ്സിന്റെ നായകനാണ്. ഇത് ഈ പോരാട്ടത്തിന് മറ്റൊരു തലം കൂടി നൽകുന്നു. ഈ ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് സുനിൽ നരൈനാണ്. 36 വിക്കറ്റുകളാണ് നരൈൻ സ്വന്തമാക്കിയത്. തീർച്ചയായും 2026 IPL സീസണിന്റെ വിശേഷങ്ങളിതാ. മാർച്ച് 28 തുടങ്ങി മെയ് 31 അവസാനിക്കുന്ന 2026 IPL സീസണിൽ ആകെ 74 മത്സരങ്ങളിലായി 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ടൂർണമെന്റ് ഡബിൾ റൗണ്ട് റോബിൻ ഫോർമാറ്റിലാണ് നടക്കുന്നത്. ഹോം എവേ മത്സരങ്ങളിൽ ടീമുകൾ പരസ്പരം എങ്ങനെ കളിക്കണമെന്നതിനനുസരിച്ച് മാറ്റം വരുത്തിയ ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റവും ഇതിനുണ്ട്. ലീഗ് സ്റ്റേജ് കഴിയുമ്പോൾ ആദ്യ 4 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ പ്ലേ ഓഫിലേക്ക് മുന്നേറും. ക്വാളിഫയർ 1, എലിമിനേറ്റർ, ക്വാളിഫയർ 2 എന്നിവയാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ. ഇതിൽ നിന്നാണ് ഫൈനലിലേക്കുള്ള ടീമുകളെ കണ്ടെത്തുന്നത്. ഈ ഘടന ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾക്ക് വലിയൊരു നേട്ടമാണ് നൽകുന്നത്. ഫൈനലിലെത്താൻ അവർക്ക് ഒരു അധിക അവസരം ലഭിക്കും. പഞ്ചാബ് കിങ്സ് ഗംഭീര തുടക്കമിട്ടതും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ ഭാഗ്യം തിരുത്തിക്കുറിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാകുമ്പോൾ 2026 സീസണിന്റെ ബാക്കി ഭാഗം തീപാറും പോരാട്ടങ്ങൾക്ക് വേദിയാകുമെന്ന് ഉറപ്പാണ്. പ്ലേ ഓഫ് സ്ഥാനങ്ങൾക്കായി ടീമുകൾ കച്ചമുറുക്കുന്നതോടെ ഇനിയുള്ള മത്സരങ്ങൾ ആവേശം നിറയ്ക്കും.